ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ സെഷനിൽ ആയിരിക്കുന്നത്. കഴിഞ്ഞ ആ, നാളുകളിൽ നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിന്റെ ഓരോ വാക്യങ്ങളായിട്ട് പഠിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. നമുക്ക് കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം, ദൈവം തരുന്ന അവസരത്തിനൊത്തവണ്ണം അത് ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലെ വിവിധ പദങ്ങൾ അത് ഉപയോഗിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നും അതിന്റെ മൂലഭാഷയിൽ അത് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചു. അത് നമുക്ക് ആത്മീയ വർധനവിന്, നമ്മുടെ അറിവിന്റെ വർധനവിന് ഒക്കെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. നമ്മൾ 2-ാമത്തെ വാക്യമാണ് ഏറ്റവും ഒടുവിൽ ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു: നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആദ്യം നമ്മൾ കാണുന്ന പദം ഇങ്ങനെയാണ്: നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും. 2, കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ നിന്നും. ഹല്ലേലൂയ. 1-ാം വാക്യത്തിൽ ക്രിസ്തു യേശു എന്ന നാമം നമ്മൾ കണ്ടതുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ നാമത്തെക്കുറിച്ച്, ക്രിസ്തുയേശുവിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിയുന്നത് പോലെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു. ഇവിടെ ഈ വാക്യത്തിലും കർത്താവായ ക്രിസ്തുയേശു എന്ന് ആവർത്തിച്ചിരിക്കുന്നത്, ക്രിസ്തുയേശുവിന്റെ നാമം ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് വിശേഷണം കർത്താവായ, നമ്മുടെ കർത്താവ് എന്ന ഒരു വിശേഷണം കൂടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ആ വാചനത്തിലേക്ക്, ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയ നമ്മുടെ പിതാവായ ദൈവം എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പിതാവായ ദൈവം. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചു, പിതാവ് എന്ന പദം, ദൈവത്തോടുള്ള ബന്ധത്തിൽ പിതാവ് എന്ന പദം ഉപയോഗിക്കുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന അനവധി അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയും ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തെ അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന നിരവധി ബന്ധത്തെ കാണിക്കുന്ന പദങ്ങളുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് എന്നുള്ള പദം ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. യജമാനൻ എന്ന പദം, മാസ്റ്റർ എന്ന പദം ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്രഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മീയമായി ദൈവം നമ്മുടെ മണവാളനാണ്, ആത്മമണവാളനാണ്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മണവാട്ടിയായി സഭയെ ചിത്രീകരിക്കുക കൂടെ ചെയ്തിരിക്കുമ്പോൾ ക്രിസ്തു യേശു നമ്മുടെ ആത്മ മണവാളനാണ് എന്നെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊന്ന്, യേശുവിനെ ഗുരു എന്ന്, റബുനി, ഗുരു എന്ന് വിളിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു അധ്യാപകൻ, ഗുരുനാഥൻ എന്ന ബന്ധം ഉള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇങ്ങനെ പല നിലകളിൽ ദൈവവും മനുഷ്യനുമായുള്ള, പ്രത്യേകിച്ച് ദൈവവും ദൈവമക്കളും ദൈവജനവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുവാനായിട്ട് പല ടേംസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ ദിനം പ്രതിയുള്ള ചുറ്റുമുള്ള ബന്ധങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ വ്യക്തമാക്കാനായിട്ട് ബൈബിളിൽ പല ബന്ധങ്ങളുടെ നാമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമാണ്, അതിലേറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമാണ് ദൈവത്തെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ബന്ധത്തിലൂടെ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നതിലൂടെ തിരുവെഴുത്ത് നമുക്ക് കാണിച്ചു തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്ന പദമാണ്, സ്ഥാനമാണ് പിതാവ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്ന പദത്തെ ഒന്നുകൂടെ നോക്കാം. വെറും പിതാവ് എന്നല്ല, നമ്മുടെ പിതാവ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ലേഖനം എഴുതുന്നത് 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാർക്ക്, അല്ലെ, ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാർക്ക്, സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും, ഫിലിപ്പിയിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും എന്ന് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. അപ്പോ ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനാണ് ഈ സഭയെ അഡ്രസ് ചെയ്യുന്നത്. എന്നാൽ 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഒറ്റയ്ക്കല്ല, 2 പേര് കൂട്ടുവേലക്കാരനായി തിമോത്തിയോസിനെ കൂടെ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും.
ക്രിസ്തയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമത്തിയോസും. അപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? ഒന്ന് പൗലോസ് ഉണ്ട്, രണ്ട് തിമത്തിയോസ് ഉണ്ട്. അവർ രണ്ടുപേരായി. ഇനി ഫിലിപ്പിയിലുള്ള സകല വിശുദ്ധന്മാർ, പ്രത്യേകിച്ച് അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ, അല്ലെ? അവിടെ സകല വിശുദ്ധന്മാരെന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കി, അല്ലെങ്കിൽ ആ സഭയിലെ പ്രത്യേകിച്ച് അധ്യക്ഷന്മാരെ വന്ദനം ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പൊ അവിടെ തന്നെ അത് 3 ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ ആഴ്ച അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന എപ്പിസ്കോപ്പോയ്, അതുപോലെ ഡീക്കനോയ് എന്നുള്ള പദമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഗ്രൂപ്പ് അധ്യക്ഷന്മാരുടെ ഒരു ഗ്രൂപ്പ്, ശുശ്രൂഷകന്മാർ, ഒന്നിലധികം അധ്യക്ഷന്മാർ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ശുശ്രൂഷകന്മാർ ഒന്നിലധികം പേര് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഫിലിപ്പിയിൽ ഒരു സഭയെ മാത്രമല്ല, ആദ്യകാലങ്ങളിൽ ഒരു സഭയ്ക്ക് ലേഖനം എഴുതി കൊടുക്കുമ്പോൾ അത് ആ ഒരു സഭയെ മാത്രം ഉദ്ദേശിച്ചല്ല, ഒരു പ്രദേശത്തെ പല സഭകൾക്ക് കൂടിയാണ് ഒരു ലേഖനം എഴുതുന്നത്. ഇപ്പൊ ഫിലിപ്പിയിൽ ഒരു പട്ടണത്തിൽ, അല്ലെങ്കിൽ ഫിലിപ്പിയിലെ പട്ടണത്തിന്റെ ഒരറ്റത്ത് ഒരു സഭയുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേ അറ്റത്ത് അല്ലെങ്കിൽ ഉൾപ്രദേശത്ത് വേറൊരു സഭയുണ്ടാകാം, വീടുകളിൽ കൂടി വരുന്ന സഭയുണ്ടാകാം. അപ്പോൾ ലേഖനം ഒരു സഭയിൽ വായിച്ചിട്ട് അടുത്ത സഭയിലേക്ക് കൊടുത്തുവിട്ട് അവിടെയും വായിക്കും. അങ്ങനെ ഒന്നിലധികം സഭകൾ ഉണ്ടെങ്കിൽ അധ്യക്ഷന്മാർ പലരുണ്ടാകാം. മാത്രമല്ല, ഈ ലെറ്റേഴ്സ് അല്ലെങ്കിൽ എപ്പിസ്റ്റിൽസ് കൊടുത്തു വിടുമ്പോൾ ഒരു പ്രാദേശിക സഭയ്ക്ക് മാത്രമല്ല, അതിനുശേഷം അവിടെ വായിച്ചതിന് ശേഷം അടുത്ത സഭകളിലൊക്കെ കൊണ്ടുപോയി വായിപ്പിക്കാനായിട്ട് പറയുന്ന പതിവ് അന്നുണ്ടായിരുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ പൗലോസും തിമോത്തിയോസ് എന്ന ഒരു ഗ്രൂപ്പ്, രണ്ടുപേര് ഒരു ഭാഗത്ത്, മറുവശത്ത് റിസീവേഴ്സ്, സ്വീകർത്താക്കൾ, റെസിപ്പിയൻസ് ആരൊക്കെയാണ്? ഫിലിപ്പിയിലുള്ള സകല വിശുദ്ധന്മാർ, അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ. ഇവരെ എല്ലാം കൂടെ ഒത്തിണക്കി ഒരുമിച്ച് ചേർത്തിട്ട് ഇവരെല്ലാം കൂടെ ഒരു സംഘമായി നിന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ പിതാവായ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം എന്റെ പിതാവാണ് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെ? നമ്മുടെ പിള്ളേരൊക്കെ ചില സമയത്ത് വഴക്ക് പിടിക്കുമ്പോഴേക്കും പറയും എന്റെ പപ്പ, എന്റെ അമ്മ, അല്ലെ? വേറൊരു കൊച്ചു നിന്നുകൊണ്ട് എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടി നടക്കും. അപ്പോ എന്റെ എന്ന് സ്നേഹത്തിന്റെ ആധിക്യത്തിൽ പറയുവാനായിട്ട് കഴിയും. അങ്ങനെ പറയുന്നോട് തെറ്റൊന്നുമില്ല. ദൈവത്തോടുള്ള സ്നേഹാധിക്യം കൊണ്ട് എന്റെ ദൈവം, എന്റെ ഇടയൻ, എന്റെ കർത്താവ്, എന്റെ പിതാവ് എന്നൊന്നും പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ദൈവം എന്റെ മാത്രം പിതാവല്ല, നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് എന്ന ചിന്തയും നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഒരു പിതാവിന്റെ മക്കളാണ് നാം എന്ന ബോധ്യം, ചിന്ത എല്ലായ്പ്പോഴും നമ്മെ ഭരിക്കണം. ഹല്ലേലൂയ. ഒരു പിതാവിന്റെ മക്കളാണ്. ഒരു പിതാവിന്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമ്മുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നെ പോലെ തന്നെ അയാളും ചിന്തിക്കണം, എന്നെ പോലെ തന്നെ അദ്ദേഹവും വർത്തമാനം പറയണം, ഒന്നും ശാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഒരു വീട്ടിലെ സഹോദരങ്ങൾ തന്നെ ചിലപ്പോൾ വിരുദ്ധ ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക്, ഒരു പിതാവിന്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പൊതുവായ ചില സ്വഭാവ വിശേഷങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോ അത് മറക്കരുത്. നാം ഒരു പിതാവിന്റെ മക്കളാണ്. നമുക്ക് പല ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പല വിഷയങ്ങളിൽ നമുക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ഹല്ലേലൂയ. ബട്ട് സ്റ്റിൽ അറ്റ് ദ എൻഡ് നമ്മളെല്ലാം ഒരു അപ്പന്റെ മക്കളാണ്, ഒരു പിതാവിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഈ ചിന്ത നമ്മെ എല്ലായ്പ്പോഴും ഭരിക്കണം. ഒരു കർത്താവാണ് നമുക്ക് വേണ്ടി ജീവനെ നൽകിയത്. നമ്മെ തന്റെ മക്കളാക്കി തീർക്കാൻ ഒരുവനാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു പിതാവിന്റെ മക്കൾ. അതെപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ സ്തോത്രം, ദൈവം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. ഒരു സ്നേഹാധിക്യത്തിൽ എന്റെ പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ മറക്കരുത്, നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് ദൈവം എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ പിതാവ്, നമ്മുടെ എല്ലാവരുടെയും പിതാവ്. എന്നാൽ ഈ ബന്ധത്തിൽ നിന്ന് ഒരു പടി കൂടെ കടന്നൊരു ബന്ധം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശുക്രിസ്തുവും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ
ഉപയോഗിച്ചിരിക്കുന്നത്, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം വളരെ ദൈവശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈ യോഹന്നാൻ 20:17 എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരണം ആമേൻ, അവിടെ യേശു കർത്താവ് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതിന് ഗുരു എന്നർത്ഥം, യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. ഈ സഹോദരന്മാരെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരാണ്? പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ ഉൾപ്പെടുന്ന തന്റെ ശിഷ്യന്മാർ, തന്നെ അനുഗമിച്ചവർ. അപ്പോസ്തലന്മാർ മാത്രമല്ല, മറ്റ് തന്നെ അനുഗമിച്ച എല്ലാവരെയും ചേർത്താണ് എന്റെ സഹോദരന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് എന്താണ്? എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരന്മാർ. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ മൂത്ത ജ്യേഷ്ഠനാണ് എന്ന് പറയാനായിട്ട് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഈ മൂത്ത ചേട്ടൻ എന്ന് പറയുമ്പോഴേക്കും അതിന് ആമേൻ ഒരു 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 ധൈര്യമൊക്കെ ഉണ്ടല്ലേ? ഹല്ലേലൂയ. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അതിന്റെ ഗുണം നന്നായിട്ട് അറിയാനായിട്ട് പറ്റുന്നത്. ഈ ഈ ചെറിയ പിള്ളേരൊക്കെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ ഇച്ചിരി ബലവാന്മാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിരട്ടുകയോ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ഒന്ന് ഞോണ്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഹൈസ്കൂളിൽ തന്റെ ഒരു ബ്രദർ ഉണ്ടെങ്കിൽ, തന്റെ ഒരു ചേട്ടൻ ഉണ്ടെങ്കിൽ, തന്റെ ഒരു മൂത്ത സഹോദരൻ ഉണ്ടെങ്കിൽ പറയും, എനിക്കൊരു സഹോദരനുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്, അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട്, വൈകുന്നേരം ആകട്ടെ, സ്കൂളൊന്ന് വിടട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് കാര്യം ക്രമീകരിച്ചു തരാമെന്ന് നമ്മൾ തിരിച്ച് ഭീഷണിപ്പെടുത്തും അല്ലേ? ഹല്ലേലൂയ. അതൊരു ബലമാണ്, ഒരു ധൈര്യമാണ് മൂത്ത ചേട്ടൻ നമുക്കുണ്ട് എന്ന് പറയുന്നത്. ശക്തനായ ഒരു ജ്യേഷ്ഠൻ നമുക്കുണ്ട് എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുക, എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. യേശു കർത്താവ് എന്റെ സഹോദരന്മാരെന്ന് നമ്മെ കുറിച്ച് പറയുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയത്തില്ലേ, ഐ ഹാവ് എ ബിഗ് ബ്രദർ. ഹല്ലേലൂയ. ആമേൻ. ഐ ഹാവ് എ ഗ്രേറ്റ് ബ്രദർ. എനിക്കൊരു വലിയ ചേട്ടനുണ്ട്, എനിക്കൊരു വലിയ ബ്രദറുണ്ട്, ഒരു സഹോദരനുണ്ട്, ശക്തനായ, ആമേൻ, എന്തിനും മതിയായ, ഏതു നേരത്തും എന്റെ കൂടെ നിൽക്കുന്ന എനിക്കൊരു സഹോദരൻ ഉണ്ട് എന്ന് ധൈര്യമായിട്ട് പറയാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശു പറയുക, എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. വിഷയം അവിടെ അല്ല, ആ വാക്യത്തിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് പരാമർശിച്ചെന്നേ ഉള്ളൂ. എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. അടുത്ത പദം നോക്കിയേ, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒത്തിരി വാക്യങ്ങളിൽ ആമേൻ, എന്നെ അയച്ചവൻ എന്നേക്കാൾ വലിയവനാകുന്നു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്, ആമേൻ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറയുന്ന വാക്യങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് ചിലർ പറയാറുണ്ട്, അപ്പോൾ യേശു അല്ലേ ദൈവം എന്ന് പറയാറുണ്ട്. കാരണം യേശു തന്നേക്കാൾ വലിയ ഒരുവനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, തന്നെ അയച്ചവൻ തന്നേക്കാൾ വലിയവനെന്ന് പറയുന്നുണ്ടല്ലോ, എന്റെ പിതാവ് എന്നേക്കാൾ വലിയവനെന്നൊക്കെ യേശു പറയുന്നുണ്ടല്ലോ. ആമേൻ. ഇങ്ങനെയുള്ള വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ധാരാളം കാണാം. ഹല്ലേലൂയ. അതിനെ എടുത്തിട്ട് യേശു ദൈവമല്ല എന്ന് വരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. യേശു കേവലം മനുഷ്യനാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നവരുണ്ട്. ഒത്തിരി ഗ്രൂപ്പുകൾ, ഒന്നല്ല ഒന്നിലധികം ഗ്രൂപ്പുകൾ ആ വിധത്തിൽ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നു, ഇന്നുവരെയും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു പുതിയ കാര്യമൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കണ്ട. ഇപ്പൊ പുതുതായിട്ട് പൊട്ടിമുളച്ചതൊന്നുമല്ല, 1-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആമേൻ. ഇപ്പോ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴേക്കും അത് കേൾക്കാൻ ഒത്തിരി പേരുള്ളതുകൊണ്ട്, ഇങ്ങനെയുള്ളത് കേൾക്കാനാണല്ലോ പലർക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് കേൾവിക്കാരുള്ളത് കൊണ്ട് എന്തും വളച്ചു കെട്ടി കുറച്ചുകൂടെ പണ്ടുള്ളതിനൊക്കെ പൊടി തട്ടി എടുത്തു കൊണ്ടുവരുന്നേ ഉള്ളൂ. ഇച്ചിരി കവറൊക്കെ മാറ്റിയിട്ട്, പഴയ മിഠായി തന്നെയാണ്, കവറൊന്ന് മാറ്റിയൊക്കെ കൊണ്ടുവരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. സത്യത്തെ മാറ്റിക്കളയാനായിട്ട്, മായ്ച്ചു കളയാനായിട്ട് ആദ്യ നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ശ്രമം ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ അവർ പരാജയപ്പെട്ടതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഇന്നും അവർ പരാജയപ്പെടത്തേ ഉള്ളൂ, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ യേശു പറയുന്നു, എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്, എന്റെ ദൈവം നിങ്ങളുടെ ദൈവം. ഞാൻ ആ എന്റെ ദൈവം എന്ന് യേശു പറയുന്ന ആ പദം ഉള്ളത് കൊണ്ട് മാത്രം ഒന്ന് പറയട്ടെ. യേശു മാത്രമല്ല പിതാവിനെ ദൈവം എന്ന് പറഞ്ഞത്, പിതാവ് തിരിച്ചു പുത്രനെയും ദൈവമേ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും.
മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രായത്തിൽ കുറഞ്ഞ ആളിനെയും ബഹുമാനം കൊണ്ട് അണ്ണ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം. പ്രായം കുറവായിരിക്കും, നമ്മളെക്കാളും പ്രായം കുറവായിരിക്കും. പക്ഷേ അയാളോട് പ്രായത്തിൽ അണ്ണ എന്ന് പറഞ്ഞാൽ ബിഗ് ബ്രദർ എന്നാണല്ലോ അർത്ഥം. നമ്മൾ അച്ചാച്ച, ചേട്ട എന്നൊക്കെ വിളിക്കുന്നത് പോലെ. ഹേമേൻ പക്ഷേ പ്രായത്തിൽ കുറവാണെങ്കിലും ബഹുമാനം കൊണ്ട് അണ്ണ എന്ന് വിളിക്കും. തിരിച്ച് ആ വ്യക്തിയും തിരിച്ച് ഇങ്ങോട്ടും അണ്ണാന്ന് വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ണാന്ന് വിളിക്കും. അല്ലെ? പ്രൈസ് ലോർഡ്. നമ്മുടെ ഇടയിൽ ചിലരെ പ്രായം കുറവാണെങ്കിലും അങ്കിളെ ആന്റി എന്നൊക്കെ വിളിക്കുന്ന കേട്ടിട്ടില്ലേ? പ്രൈസ് ലോർഡ്. ആമേൻ. എനിക്കാണെങ്കിൽ എന്റെ മുടിയുടെ നിറവും കൂടെ ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് പേര് എന്നെക്കാളും മൂത്തവര് അവൻ അങ്കിളെ എന്ന് പല പ്രാവശ്യം വിളിച്ചിട്ടുള്ള അനുഭവം ഒത്തിരി ഉണ്ട്. ആമേൻ. പിന്നെ അവര് അങ്കിളെ എന്ന് തന്നെ വിളിക്കുമ്പോൾ അവര് കുറെ കൂടെ യങ് ആകുന്നതായിട്ട് അവർക്ക് തോന്നുന്നെങ്കിൽ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ ലക്ഷ്യം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമുക്കതിൽ യാതൊരു പ്രയാസവുമില്ല. ആമേൻ. അതൊരു ബഹുമാനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ണാന്ന് വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുപോലെ സർ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത്, വിളിക്കുന്നത് ആമേൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇങ്ങനെ പ്രൈസ് ലോർഡ്. ആമേൻ. ഇങ്ങനെ തിരുവഴുത്തിൽ ഇവിടെ നമ്മൾ കണ്ടു, യേശു പിതാവായ ദൈവത്തെ എന്റെ പിതാവ്, എന്റെ ദൈവം എന്ന് പറയുന്നു. അതുപോലെ പിതാവായ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറയുമ്പോൾ ആമേൻ ദാവീദ് സങ്കീർത്തനത്തിൽ പാടുകയാണ്, യഹോവയായ കർത്താവ് എന്റെ കർത്താവിനോട് എന്ന് പറയുകയാണ്. യഹോവയായ കർത്താവ് എന്റെ കർത്താവിനോട്. യഹൂദനെ സംബന്ധിച്ച് ഒരു കർത്താവേ നിനക്കുള്ളൂ എന്നാണ് അവരുടെ തിരുവെഴുത്ത്. ദാവീദിന് ഇത് അറിയാത്ത ആളല്ല. എന്നിട്ട് പറയുക ആമേൻ യഹോവ എന്റെ കർത്താവിനോട്. ആമേൻ. ഇംഗ്ലീഷിലാണെങ്കിൽ ദ ലോർഡ് ടു മൈ ലോർഡ് എന്ന് തന്നെ കാണുവാനായിട്ട് കഴിയും. യാഹുവേ എന്നുള്ളത് KJV-യിലൊക്കെ ദ ലോർഡ് എന്നാണ് ആമേൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കർത്താവ് എന്റെ കർത്താവിനോട്. അപ്പോ രണ്ട് കർത്താക്കന്മാർ ദാവീദിനുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. എന്നിട്ട് ദാവീദ് പറയുക ആമേൻ ആ യഹോവ എന്റെ കർത്താവിനോട് ഇങ്ങനെ പറയുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. അപ്പോ ദൈവ പിതാവ് അല്ലെങ്കിൽ യഹോവ പുത്രനായ യേശു ക്രിസ്തുവിനെ, കർത്താവിനെ ആമേൻ ദൈവമേ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ദാവീദിന് രണ്ടുപേരും കർത്താവായി ദാവീദിന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഒന്നിലധികം ദൈവമുണ്ടെന്നല്ല, ദൈവം ഒരുവനെ ഉള്ളൂ. തിരുവെഴുത്തത് ആവർത്തിച്ച് പല വാക്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എബ്രായ ലേഖനകർത്താവ് ആ വാക്യം ഉദ്ധരിച്ചിട്ടുള്ളതും കോട്ട് ചെയ്തിട്ടുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പറഞ്ഞ സങ്കീർത്തന വാക്യത്തെ ഉദ്ധരിച്ച് പുത്രനോട് ദൈവമേ ആമേൻ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത് എന്ന് പറയുന്നതിനെ എബ്രായ ലേഖനകർത്താവ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആമേൻ യേശു എന്റെ പിതാവ്, എന്റെ ദൈവം എന്ന് പറയുമ്പോൾ യേശു ദൈവം അല്ല എന്ന് ചിന്തിക്കണ്ട. ആമേൻ യേശു കർത്താവിനെ പിതാവായ ദൈവം ദൈവമേ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിരിക്കുന്ന തിരുവെഴുത്ത് ബൈബിളിൽ ഉണ്ട് എന്ന് നമ്മുടെ അറിവിൽ ഉണ്ടായിരിക്കാൻ ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ നമ്മുടെ പ്രധാന വിഷയം ആ വാക്യത്തിന്റെ ഞാൻ ആ തുടങ്ങുന്ന ഭാഗത്താണ്, എന്റെ പിതാവും അവരുടെ പിതാവും, അല്ലെ നിങ്ങളുടെ പിതാവും. ഹല്ലേലൂയ. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. അതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും യേശുക്രിസ്തു പറയുകയാണ്, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. അതിന്റെ അർത്ഥം എന്താണ്? ആമേൻ യേശുവിന് പൊതുവിൽ പൗലോസ് ഇവിടെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരെ, നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞാൽ പോരെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇനി നിങ്ങൾ മത്തായി സുവിശേഷത്തിലാണ് കൂടുതലായിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. യേശു തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. ബാക്കി നിങ്ങൾ മത്തായി സുവിശേഷത്തിൽ ഉടനീളം ഒന്ന് പഠിച്ചു നോക്കിയേ. അവിടെ എല്ലാം കർത്താവ് പറയുന്നത് ആമേൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 5, 6, 7 അധ്യായങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ എല്ലാ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത് എന്താ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്. അതെന്താ? യേശു ക്രിസ്തുവിന്റെ പിതാവ് അല്ലേ? പക്ഷേ ശിഷ്യന്മാരോട് പറയുമ്പോൾ നിങ്ങളുടെ പിതാവ് എന്ന് തന്നെ പറയുന്നു. ഇവിടെ പ്രത്യേകിച്ച് അതിനെ രണ്ടാക്കി തന്നെ പറയുന്നു, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. നോക്കൂ, പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ പിതാവായ ദൈവം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു വ്യക്തമായി പറയുകയാണ്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞതാണ് എന്റെ ഓർമ്മ. ദൈവം
സകലത്തിന്റെയും കാരണഭൂതൻ എന്നുള്ള നിലയ്ക്ക് സകലത്തിന്റെയും പിതാവാണ്. കാരണഭൂതൻ എന്ന നിലയ്ക്ക് ഹീസ് ദ കോസ് ഓഫ് എവരിത്തിങ്. ഇൻ ദാറ്റ് സെൻസ് ഹീസ് ഫാദർ ഫോർ എവരിത്തിങ്. ദൈവമാണ് എല്ലാത്തിനും കാരണഭൂതൻ എന്നുള്ള നിലയ്ക്ക് ദൈവം എല്ലാവരുടെയും എല്ലാത്തിന്റെയും പിതാവാണ്. അതൊരു പൊതുവായ കോമൺ ആയിട്ടുള്ള പദപ്രയോഗമാണ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും കാരണഭൂതൻ എന്ന നിലയ്ക്ക്. ഹല്ലേലൂയ. ഇനി എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതാണ്, അല്ലെ? എല്ലാ മനുഷ്യനും ജീവൻ കൊടുത്തത് ദൈവമാണ്. ദൈവമാണ് ജീവന്റെ ആധാരം, മനുഷ്യന് ജീവൻ കൊടുത്തത്. അപ്പൊ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും കാരണഭൂതൻ ദൈവമാണെന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ദൈവം പിതാവാണ്. എല്ലാ മനുഷ്യർക്കും ദൈവം പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. അതും കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പുത്രത്വം, സൺഷിപ്പ് എന്ന ഒരു പ്രത്യേക പദവി ദൈവം തന്റെ ജനത്തിന്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവർക്ക് മാത്രം നൽകുന്ന ഒരു പദവി. ആമേൻ. അത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയുന്ന പുത്രത്വത്തിന്റെ പദവിയല്ല. ഹല്ലേലൂയ. എല്ലാ മനുഷ്യർക്കും വേണമെങ്കിൽ പറയാം, ഞങ്ങളെയും ഉണ്ടാക്കിയത് ദൈവമാണല്ലോ, അപ്പൊ ദൈവം ഞങ്ങളുടെയും പിതാവല്ലേ? യെസ്, നോ ഡൗട്ട് അറ്റ് ഓൾ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സവിശേഷമായ ബന്ധം, ഒരു പ്രത്യേകമായ ബന്ധം രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവവുമായിട്ടുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെ ആ ബന്ധം ഉണ്ടായതെന്നറിയാവോ? ദൈവം നമ്മെ തന്റെ മക്കളായി അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. ഹി അഡോപ്റ്റഡ് അസ്. അവിടുന്ന് നമ്മെ ദത്തെടുത്തു, അഡോപ്റ്റ് ചെയ്തു. വി ആർ അഡോപ്റ്റഡ് സൺ. ഹല്ലേലൂയ. അഡോപ്റ്റഡ് ചിൽഡ്രൻ, അല്ലെ? ഹല്ലേലൂയ. നമ്മെ ദൈവം ദത്തെടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഒരു വീട്ടിൽ തന്നെ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച കുഞ്ഞും അവര് ദത്തെടുത്തൊരു കുഞ്ഞും ഉണ്ടെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഇവരൊക്കെ വളർന്നു കഴിയുമ്പോഴേക്ക് ഇവർ തമ്മിലൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോഴേക്കും ഈ ബയോളജിക്കൽ സൺ അല്ലെങ്കിൽ ബയോളജിക്കൽ ചൈൽഡ് പറയും, ഞാന് ശരിക്കും രക്തത്തിൽ നിന്നുണ്ടായത്, നിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെന്നോ അല്ലെങ്കിൽ ദത്തെടുത്തതാണെന്നോ ഒക്കെ പറഞ്ഞു, അതുകൊണ്ട് നീ ഈ വീട്ടിലെ അംഗമല്ല എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? സ്തോത്രം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒരാള് ഇങ്ങനെ മറുപടി പറഞ്ഞെന്ന് ഒരു തമാശ രൂപേണ പറയുന്നതാണ്. ഒരു ബയോളജിക്കൽ സൺ പറഞ്ഞു, ഞാനാ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായത്, നിന്നെ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചതാ, അതുകൊണ്ട് നിനക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, നീ ഉണ്ടായതിന് ശേഷമാണല്ലോ എന്നെ ദത്തെടുത്തത്. അവർക്ക് മനസ്സിലായി നിന്നെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, നിന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോ വല്ല കാര്യമായിട്ട് ഗുണവും പ്രയോജനമുള്ള നല്ലതിനെ നോക്കി ഒരെണ്ണത്തിനെ അവര് സ്വന്തമാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ അവരുടെ മകനായിട്ട് വന്നത്, അതുകൊണ്ട് നിന്നേക്കാൾ അവർക്ക് ഇഷ്ടം എന്നോടാ എന്ന് അവൻ ആർഗ്യുമെന്റിന് വേണ്ടി പറഞ്ഞെന്ന്. ഹല്ലേലൂയ. എനിവേ, ജസ്റ്റ് ഈ ദത്തെടുത്തു എന്നുള്ള വിഷയം വന്നപ്പോഴേക്കും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോ നമ്മെ തന്റെ പ്രിയനായവനിൽ, പുത്രനായവനിൽ ദത്തെടുത്തു. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പൗലോസ് അപ്പോസ്തലൻ ഒന്നിലധികം ഉപയോഗിച്ചിരിക്കാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടെടുക്കുക, നീതീകരിക്കുക, ദത്തെടുക്കുക, വിശുദ്ധീകരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പദങ്ങൾ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു കുത്തൊഴുക്ക് പോലെ ഇതുപോലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിരപ്പ് വരുത്തുക, തന്നിൽ നിരപ്പിച്ചു, ഇതൊക്കെ നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോ നാം എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടികൾ എന്ന നിലയ്ക്ക് ദൈവം നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു എന്ന നിലയ്ക്ക് ദൈവത്തിന്റെ മക്കളാണ്. അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ പദവി വെച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. കാരണം ദൈവത്തോട് പാപം ചെയ്ത് പദവി നഷ്ടപ്പെടുത്തി, സ്ഥാനം നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. പക്ഷേ ആ നഷ്ടപ്പെട്ടിടത്തു നിന്ന് ദൈവം നമ്മെ തന്റെ സ്വന്തമാക്കാനായിട്ട് തന്റെ ഏകജാതനായ പുത്രനെ നൽകി. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. ഹല്ലേലൂയ. ഏകജാതനായ പുത്രൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. അപ്പോ മറ്റെല്ലാ പുത്രന്മാരിൽ നിന്ന്, ഞാൻ ഓർപ്പിച്ചതുപോലെ, കോമൺ ആയിട്ട് പറയുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറയുന്നതിൽ നിന്നും യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ ദത്തെടുത്ത് പുത്രത്വം തന്ന് മക്കളാക്കി തീർത്തവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുത്രത്വ ബന്ധമാണ് പിതാവായ ദൈവവും
പുത്രനായ യേശുക്രിസ്തുവും തമ്മിലുള്ളത് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇനി നമ്മെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഏകജാതനായ പുത്രൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ആ പുത്രൻ നമുക്കായി ജീവനെ തന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പുത്രത്വം എന്ന പദവിയിലേക്ക് ഉയരാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് നാം ഈ പുത്രനായ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം, എപ്പോഴും ഹൃദയംഗമായി സ്തുതി കരേറ്റുന്നവരായിരിക്കണം, ആരാധന അർപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് യേശു അവിടെ എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമെന്ന് വ്യത്യസ്ത വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ദൈവ പിതാവും പുത്രനായ യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം നമ്മെ ദത്തെടുത്ത് പുത്രന്മാരാക്കിയതുപോലെ അല്ല, പ്രത്യുത ഏകജാതനായ പുത്രൻ എന്ന ആ ബന്ധമാണ് യേശുക്രിസ്തുവുമായി പിതാവായ ദൈവത്തിനുള്ള ബന്ധം എന്നുള്ളത് മറക്കരുത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ആയിട്ടൊന്നും നമ്മൾ ഒത്തിരി കടന്ന് ചിന്തിച്ച് അപകടത്തിൽ ചാടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സ്തോത്രം. മറിയയിൽ യേശു ജനിച്ചു എന്നതുകൊണ്ട് ദൈവപിതാവിന് മനുഷ്യനിൽ സന്തതി ഉണ്ടായി എന്ന രീതിക്കൊക്കെ വ്യാഖ്യാനിച്ച് അപകടത്തിൽ ചാടുന്നവരുണ്ട്. ദൈവത്തിന് കേവലം വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടി ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, ഒരു മനുഷ്യത്തിൽ ഒരു മനുഷ്യ സ്ത്രീയിൽ അല്ലെങ്കിൽ കന്യകയായ മറിയയിൽ ഒരു വിശുദ്ധ പ്രജയെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ശക്തിയുടെ ആ ശക്തി മതിയല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത പലരും ഒക്കെ ചിന്തിക്കുന്നത് പോലെ കാട് കയറി ആവശ്യമില്ലാത്ത ചിന്തകളിലൊക്കെ പോയി അപകടത്തിൽപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബൈബിൾ പറയുന്നു, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, അങ്ങനെ ഉത്ഭവിച്ച ഒരൊറ്റ പ്രജയേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ദാവീദ് പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എൻ്റെ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മാത്രം ബൈബിൾ പറയുന്നു, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഹല്ലേലൂയ. ഉരുവാകുമ്പോൾ തന്നെ പരിശുദ്ധനായവൻ, ഉത്ഭവിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ മനുഷ്യനായി ഉദരത്തിൽ സ്ഥാനമെടുക്കുമ്പോൾ തന്നെ വിശുദ്ധ പ്രജയായി വിശേഷിപ്പിക്കപ്പെട്ട ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ ഉരുവാകുമ്പോൾ വിശുദ്ധ പ്രജ, ജനിക്കുമ്പോൾ വിശുദ്ധ സന്തതി, ജീവിച്ചപ്പോൾ വിശുദ്ധിയുടെ തികവോടെ ജീവിച്ച് നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താമെന്ന് ചോദിക്കാൻ തക്കവണ്ണം കർമ്മം കൊണ്ട് വിശുദ്ധനായ ഒരേ ഒരുവൻ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അഭിമാനത്തോടെ കർത്താവിനെ അനുഗമിക്കാൻ നമുക്ക് കഴിയട്ടെ. ലോകത്തിൽ മറ്റൊരാൾക്കും ഈ സമാനത പറയാനായിട്ട് കഴിയത്തില്ല, ഈ വിശുദ്ധി അവകാശപ്പെടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നാം ആരാധിക്കുന്ന കർത്താവ്, നാം ഹൃദയത്തിൽ നാഥനായി സ്വീകരിക്കുന്ന യേശു കർത്താവ്, അവിടുന്ന് സമ്പൂർണ്ണ പരിപൂർണ വിശുദ്ധനാകിയാൽ കർത്താവിനെ ആരാധിക്കുന്നതിലും ഉയർത്തുന്നതിലും സേവിക്കുന്നതിലും പരസ്യപ്പെടുത്തുന്നതിലും ഒരു ലജ്ജയും വേണ്ട. എവിടെയും തല നിവർന്നു നിന്ന് പറയാം, എന്റെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഇവനെപ്പോലെ ഒരുവനെ കാണിച്ചു തരാനായിട്ട് ആർക്ക് പറ്റും? ഇതുപോലെ പരിശുദ്ധനായ ഒരുവനെ ചൂണ്ടിക്കാണിക്കാൻ ആർക്ക് പറ്റും? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ആരുണ്ട് ഇതുപോലെ വിശുദ്ധനായവൻ? ഹല്ലേലൂയ. അനുഗമിക്കാനും ആരാധിക്കാനും ഈ യേശുവിനെ പോലെ കൊള്ളാവുന്ന വേറെ ആരുമില്ല. വിശുദ്ധിയിൽ അവിടുന്ന് സമ്പൂർണനായ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവ് തൻ്റെ പിതാവായ ദൈവവും നിങ്ങളുടെ പിതാവും എന്ന് പറഞ്ഞ ആ വാക്ക് എന്തുകൊണ്ട് യേശുക്രിസ്തുവും പിതാവുമായിട്ടുള്ള ബന്ധവും നമ്മളും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുകയാണ്. ഹല്ലേലൂയ. നാം ക്രിസ്തയേശു മുഖേന, പുത്രൻ മുഖേന പുത്രന്മാരായി തീർന്ന, ദത്തെടുപ്പിനാൽ ദൈവം നമ്മെ പുത്രനിൽ ദത്തെടുത്തതിനാൽ പുത്രന്മാരായി തീർന്നവരാണ്, അഡോപ്റ്റഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് പുത്രത്വം ദൈവം തന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇതാണ് യേശുക്രിസ്തുവും നാമും തമ്മിൽ പുത്രത്വത്തിലെ വ്യത്യാസം. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 6-ാം അധ്യായം, ഞാനത് ഓൾറെഡി പറഞ്ഞു. മത്തായി സുവിശേഷം 5-6 അധ്യായങ്ങളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, നിങ്ങളുടെ പിതാവ് എന്ന് യേശു ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെതാണ് ഞാൻ വ്യക്തമാക്കിയത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ എന്നാണ് പറഞ്ഞത്. എന്നിട്ടാ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവർ കോട്ട് ചെയ്യാൻ വേണ്ടി കർത്താവ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു.
ഹാലിലൂയ. അപ്പോ അത് ആ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ അത് വ്യക്തമാണ്. ആമേൻ എന്ന് ആമേൻ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ സ്വർഗസ്ഥനായ പിതാവ് എന്ന ആ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹാലിലൂയ. നമുക്ക് ഒരു ടൈം കൂടെ അടുത്ത് കാണുന്ന ഒരു ടൈം കൂടെ വേഗത്തിൽ ഒന്ന് ഇന്ന് സായാഹ്നം ചില മിനിറ്റുകൾ കൊണ്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തു, ഞാൻ യേശുക്രിസ്തു എന്നുള്ള നാമത്തെ ആ പേര്, അതിന്റെ സവിശേഷതകൾ നമ്മൾ 1-ാം വാക്യത്തിൽ തന്നെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് അവിടെ ഫോക്കസ് ചെയ്യാതെ അതിൽ കാണുന്ന അടുത്ത പദം ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപ ഉണ്ടാകട്ടെ. നമുക്ക് ആദ്യം ആ കൃപ എന്ന വാക്ക് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് അല്ലെ? പ്രൈസ് ദി ലോർഡ്. കൃപയെക്കുറിച്ച് ഇപ്പോ 10 വാക്ക് പറയാൻ പറഞ്ഞാൽ കണ്ണും പൂട്ടി പറയാനായിട്ട് നമ്മുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ബൈബിളിനെ ആസ്പദമാക്കി പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ നമുക്ക് പരിചിതമായ പദമാണ് കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കൃപ. ആമേൻ. ബൈബിളിലെ നാം അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും ആധാരം ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കൃപ എന്ന വാക്ക്, കൃപ എന്ന പദം, അതിന് ഗ്രീക്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ക്യാരിസ് എന്ന പദമാണ്. ക്യാരിസ്. ആമേൻ. ചാരിസ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ക്യാരിസ് എന്നുള്ളത് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന പ്രൊനൗൺസിയേഷനാണ്. ക്യാരിസ്. അതാണ് ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഗ്രേസ്. ക്യാരിസ് ആണ് ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഗ്രേസ് എന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. യൂറോപ്യൻ ലാംഗ്വേജസ് ആണല്ലോ ഗ്രീക്ക്, അതുപോലെ ലാറ്റിൻ, ഇങ്ങനെയുള്ള വാക്കുകൾ, അതിൽ നിന്ന് ആ യൂറോപ്പിലെ ലാംഗ്വേജസ് പലതും അതിൽ നിന്ന് സാമ്യവും അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതുമാണല്ലോ. ക്യാരിസ് എന്ന പദമാണ് ഗ്രേസ്. ആമേൻ. കൃപ ഗ്രീക്ക് പശ്ചാത്തലത്തിലും സമാധാനം എബ്രായ പശ്ചാത്തലത്തിലും അഭിവാദനത്തിന് ഉപയോഗിച്ചു വന്നു. ഞാൻ ഇത് ഇവിടെ എടുത്തു പറയാനായിട്ട് കാരണം കൃപ എന്ന പദത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് സ്റ്റിൽ എടുത്തു പറയാനായിട്ട് കാരണം കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണല്ലോ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പ്യ സഭയിൽ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുമുണ്ട്, യവനരിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുമുണ്ട്, അല്ലെങ്കിൽ ഗ്രീക്ക് വേൾഡിൽ നിന്ന്, ജാതികൾ ജെന്റൈൽസിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുമുണ്ട്. അപ്പോ ഗ്രീക്ക് വേൾഡിൽ നിന്ന് വന്നവരോട്, യവന ലോകത്ത് നിന്ന് വന്നവരോട്, ജെന്റൈൽസിൽ നിന്ന്, ജാതികളിൽ നിന്ന് വന്നവരോട് കൃപ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് മനസ്സിലാകും, നന്നായിട്ട് അവരുടെ ഹൃദയസ്പർശിയാണ്. യഹൂദന്മാർ പൊതുവെ വന്ദനം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന പദമാണ് ഷാലോം, സമാധാനം. യേശു മുറിയിൽ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം, ഷലോം എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഷാലോം, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാരെ ഈ 2 പേരായി കർത്താവ് അയക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഷാലോം പറയാനാണ് പറഞ്ഞത്, സമാധാനം പറയാനാണ് പറഞ്ഞത്. തിരിച്ചവരും സമാധാനം പറഞ്ഞാൽ, ഷാലോം പറഞ്ഞാൽ നിങ്ങൾക്കും സമാധാനം ഉണ്ടാകും. ആമേൻ. ഈ എബ്രായ ഭാഷ സെമിറ്റിക് ലാംഗ്വേജ് ആണ്. അറബിക്കും ഒരു സെമിറ്റിക് ലാംഗ്വേജ് ആണ്. ആമേൻ. അപ്പോ ഈ പദങ്ങൾ, ഈ അറബിക്കിലെയും എബ്രായ ഭാഷയിലെയും ഒത്തിരി വാക്കുകൾ തമ്മിൽ സാമ്യമുണ്ട്. ഗൾഫ് പശ്ചാത്തലമൊക്കെ ഉള്ളവരായതുകൊണ്ടാണ് ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്തത്. ഗൾഫിലൊക്കെ വന്ദനം ചെയ്യാനായിട്ട് സലാം എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട് അല്ലേ? അലൈക്കും സലാം എന്ന് പറയാറുണ്ടല്ലേ? ആമേൻ. അപ്പൊ തിരിച്ചും അതുപോലെ സലാം എന്ന് വന്ദനം ചെയ്യാറുണ്ട്. ആ സലാം എന്നുള്ള അറബിക് വാക്ക് ഷാലോം എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. സമാധാനം. ഹല്ലേലൂയ. ആമേൻ. പിന്നെ ഇവിടെ എബ്രായ വിശ്വാസികൾ കൂടെ ഉള്ളത് കൊണ്ട്, എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ കൂടെ ഉള്ളത് കൊണ്ട് സമാധാനം എന്നുകൂടെ ആശംസിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രണ്ടും ബാലൻസ് ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ രണ്ടുപേരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അഡ്രസ് ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും
എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരും രണ്ടുപേർക്കും ഒരുപോലെ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. നമുക്ക് കൃപ എന്ന വാക്കിലേക്ക് നോക്കാം. കൃപ എന്നത് ഒരു ദാനമാണ്, അല്ലെങ്കിൽ ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ്, ഒരു ദാനം, സമ്മാനം. ഹല്ലേലൂയ. അത് അർഹത നോക്കാതെ നൽകുന്നതാണ്. ഗിഫ്റ്റ് വിതൗട്ട് എനി മെറിറ്റ്. ഗിഫ്റ്റ് വിതൗട്ട് എനി മെറിറ്റ്. അർഹതയൊന്നും നോക്കാതെ കൊടുക്കുന്ന സമ്മാനമാണ് കൃപ എന്ന് പറയുന്നത്. എന്താ അങ്ങനെ എടുത്തു പറയാനായിട്ട് കാരണം? സാധാരണ സമ്മാനം കൊടുക്കുന്നത് മോസ്റ്റ്ലി എങ്ങനെയാണ്? കഴിവ് തെളിയിക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങൾ, ജന്മദിനം, വിവാഹദിനം, അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങൾ ഒഴിച്ചാൽ സമ്മാനം കൂടുതലും കൊടുക്കുന്നത് എപ്പോഴാ? ഓട്ടത്തിൽ വിജയിച്ചവർ, നല്ല താലന്ത് പ്രകടിപ്പിച്ചവർ, ഒരു ജോലി ഭംഗിയായിട്ട് പൂർത്തീകരിച്ചവർ, കഴിവ് തെളിയിച്ചവർ, മിടുക്കന്മാർ, കഴിവുള്ളവരെ നോക്കി സമ്മാനം കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കരുതെന്നല്ല, അത് റെക്കഗ്നൈസ് ചെയ്യണം, അതൊരു അപ്രീസിയേഷനാണ്, അതൊക്കെ ചെയ്യണം. എന്നാൽ കൃപ ഒരു സമ്മാനമാണ്. ഗ്രേസ് ഈസ് എ ഗിഫ്റ്റ്, ഒരു സമ്മാനമാണ്. പക്ഷെ മെറിറ്റ് നോക്കിയല്ല കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ മെറിറ്റ് നോക്കിയല്ല നമ്മിൽ വെളിപ്പെട്ടത്. അത് അർഹതയില്ലാതിരുന്നിട്ടും ദൈവം നമ്മോട് കരുണ കാണിച്ച് സമ്മാനം തരാൻ ദൈവത്തിന് കരുണ തോന്നിയതിന്റെ പേരാണ് കൃപ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. പുതിയ നിയമത്തിൽ 155 തവണ ഈ ക്യാരിസ്, കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. 155 times in New Testament. In that, even 100 times were used by Apostle Paul. അതിൽ 100 തവണയും, praise the Lord, 155 തവണ, ഓൾമോസ്റ്റ് 2/3, 155, 150 ടൈംസ് ഉപയോഗിച്ചിട്ടുള്ളതിൽ 100 തവണയും ഈ കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ കൃപയെ ഏറ്റവും അധികം അനുഭവിച്ച് ആസ്വദിച്ചത് അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കില്ലേ? അദ്ദേഹം പറയുന്നു, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ ഞാൻ അപ്പോസ്തലൻ എന്ന പദവിക്കൊന്നും യോഗ്യനല്ല. ഞാൻ ദൈവസഭയ്ക്ക് ശത്രുവായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എന്നിട്ട് പറയുക, പാപികളിൽ ഞാൻ ഒന്നാമത്തവൻ. ആ കൺഫെഷൻ എന്ന് നോക്കി, ആ ഏറ്റുമറച്ചിൽ, പാപികളിൽ ഞാൻ ഒന്നാമത്തവൻ. ഹല്ലേലൂയ. ആ തന്നെ രക്ഷിച്ച കൃപയെ എത്ര പറഞ്ഞാൽ മതിയാകും, എത്ര വർണ്ണിച്ചാൽ മതിയാകും. പ്രൈസ് ദി ലോർഡ്. താനാകുന്നത് കൃപയാലാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഡോക്ടർ A.T. റോബർട്ട്സൺ, ഹീസ് എ ഫേമസ് തിയോളജിയൻ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഗ്രേസ് ഈസ് ദ ഓവർവേമിംഗ് റിച്ചസ് ഓഫ് ദ ലവ് ഓഫ് ഗാഡ് ഇൻ ക്രൈസ്റ്റ്. ഗ്രേസ് ഈസ് ദ ഓവർവേമിംഗ് റിച്ചസ് ഓഫ് ദ ലവ് ഓഫ് ഗാഡ് ഇൻ ക്രൈസ്റ്റ്. കൃപ എന്നത് ദൈവസ്നേഹത്തിന്റെ ധനത്തിന്റെ കവിഞ്ഞൊഴുക്കാണ്. ആരിൽ? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ ദൈവസ്നേഹത്തിന്റെ ധനത്തിന്റെ കവിഞ്ഞൊഴുക്ക് ആണ് കൃപ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഗ്രേസ്? കൃപ എന്താണ്? ഡോക്ടർ A.T. റോബർട്ട്സന്റെ ഇന്റർപ്രട്ടേഷനാണ്, അദ്ദേഹം നൽകിയിരിക്കുന്ന ഡെഫിനിഷനാണ് കൃപയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആമേൻ. പ്രയോഗം, യേശു ക്രിസ്തുവിൽ ദൈവസ്നേഹത്തിന്റെ ധനം കവിഞ്ഞൊഴുകിയതാണ് കൃപ എന്ന് പറയുന്നത്. നാം അനുഭവിക്കുന്ന കൃപ മുഴുവനും ക്രിസ്തയേശുവിലൂടെ ദൈവത്തിന്റെ ധനം കവിഞ്ഞൊഴുകിയതാണ്. ദൈവസ്നേഹത്തിന്റെ ധനം കവിഞ്ഞൊഴുകിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറില്ല, എൻ്റെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഗ്രേസ് എന്നുള്ള ചാൾസ് സ്പർജന്റെ വാക്ക്, അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ GRACE, അതിന് അദ്ദേഹം ഒരു എക്സ്പാൻഷൻ കൊടുത്ത് പറയുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ദൈവത്തിന്റെ ധനം ക്രിസ്തുവിന്റെ ചെലവിൽ. ഹല്ലേലൂയ. അതാണ് കൃപ. ദൈവത്തിന്റെ ധനം നമുക്ക് സമ്മാനമായി തന്നു. ആരുടെ ചെലവില? ക്രൂശിൽ ക്രിസ്തു മരിച്ചതിനാൽ
ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ ധനം നമുക്ക് സമ്മാനമായി തന്നതിന്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ കൃപയ്ക്ക് എന്ത് പകരം കൊടുക്കാൻ നമുക്ക് പറ്റും? ദൈവം സൗജന്യമായി നമ്മുടെ ഹല്ലേലൂയ യോഗ്യത നോക്കാതെ, കഴിവ് നോക്കാതെ ഈ കൃപ തന്നിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പകരം കൊടുക്കാൻ ശ്രമിച്ചാൽ അത് മണ്ടത്തരമല്ലേ, മൗഢ്യമല്ലേ, ദൈവത്തെ ആക്ഷേപിക്കുന്നതല്ലേ? പക്ഷേ ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? മറ്റൊന്നുമല്ല, നമ്മെ തന്നെ ദൈവം പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്ന വ്യക്തിയെ സമ്പൂർണമായി ദൈവത്തിന് കൊടുക്കാൻ, ദൈവകരങ്ങളിൽ കൊടുക്കാൻ, അത് മാത്രമാണ് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. കൃപയാൽ നമുക്ക് ലഭിച്ച അനവധി അനുഗ്രഹങ്ങളുണ്ട്. ആമേൻ. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ധനത്തെ ക്രിസ്തുവിലൂടെ നമുക്ക് സമ്മാനിച്ച ഈ കരുണയ്ക്കായി, ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ അത്യന്ത ധനത്തെ ക്രിസ്തുയേശുവിലൂടെ നമുക്ക് സമ്മാനിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു തവണ കൂടെ ആ കൃപയാൽ നമുക്ക് തന്റെ പാദത്തിലിരുന്ന് ദൈവസ്നേഹത്തെ ഒന്നുകൂടെ ധ്യാനിക്കാൻ, നന്ദി പറയാൻ. നമുക്ക് ഒറ്റ പിതാവാണ്. സ്വർഗീയ പിതാവിനെ ഉയർത്തുവാൻ, ആരാധിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യാം. കർത്താവിന് മഹത്വം അർപ്പിക്കാം.